നമസ്കാരം. നമസ്തേ. ഇന്ത്യയുടെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് പുറത്തുവിടുന്നത് സ്റ്റാക്ക്ഹോം ഇന്റർനാഷണൽ പീസ് ആൻഡ് റിസർച്ച് ഏജൻസിയാണ് സാധനം പുറത്തുവിടുന്നത്. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഏത് സമയവും തൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആയുധങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം പാകിസ്ഥാൻ ഈ വിഷയത്തിൽ വളരെ അവരുടെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ അവരുടെ വിമർശനം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 164 ന്യൂക്ലിയർ ആയുധങ്ങളാണ് ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നതെന്നുള്ളതാണ് ഈ സ്റ്റോക്ക്ഹോം റിസർച്ച് ഏജൻസി പറയുന്നത്. അത് 2024 എത്തുമ്പോൾ 172, 2025 എത്തുമ്പോൾ 180 കടന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഈ കഴിഞ്ഞ ദിവസമാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഈ ആനുവൽ ഹാൻഡ് ബുക്ക്, അതായത് സിപ്രി ഇയർ ബുക്ക് 2026 അത് പ്രസിദ്ധീകരിച്ചത്. അത് പ്രകാരം ഇന്ത്യയുടെ കൈവശമുള്ള ന്യൂക്ലിയർ വാർഹെഡുകളുടെ അല്ലെങ്കിൽ അണ്വായുധങ്ങളുടെ എണ്ണം 190 പാകിസ്ഥാന്റെ കൈവശം ഇത് 2-3 വർഷങ്ങളായിട്ട് 170 എന്നുള്ള ഒരു നമ്പറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ അണ്വായുധങ്ങളുടെ എണ്ണം ക്രമമായിട്ട് വർദ്ധിക്കുന്നു എന്നൊരു സൂചനയാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രേഖകൾ പറയുന്നത്. ഇത് പ്രകാരം ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതായത് ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ കൈവശമുള്ള ന്യൂക്ലിയർ വാർഹെഡുകളുടേതിനേക്കാൾ ഏതാണ്ട് 20ഓളം എണ്ണം ഇന്ത്യക്ക് കൂടുതലാണ്. 170 പാകിസ്ഥാനും 190 ഇന്ത്യക്കുമാണ്. ചൈനയ്ക്കാകട്ടെ ഇതിൽ നിന്നൊക്കെ വളരെ കൂടുതലാണ്. 620 ന്യൂക്ലിയർ വാർഹെഡുകളാണ് ചൈനയ്ക്കുള്ളത്. അത് ഈ പുതിയ കണക്കുകൾ പ്രകാരം സിപ്രി ഹാൻഡ് ബുക്ക്, അതായത് ഇയർ ബുക്ക് 2026 പ്രകാരമുള്ള കണക്കാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഇതുകൂടാതെ പാകിസ്ഥാൻ വളരെ ഗൗരവമുള്ള മറ്റൊരു ആശങ്ക അറിയിക്കുന്നു. അതായത് ഇന്ത്യയുടെ കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ, അതായത് അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്ന പ്ലൂട്ടോണിയമാണ്. ആ പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫിസൈൽ മെറ്റീരിയൽ, അതായത് വെപ്പൺസ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു വസ്തു, അതായത് ഈ അണുബോംബുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരം യുറേനിയമോ പ്ലൂട്ടോണിയോ അത് ഉണ്ടാക്കും. അപ്പോൾ ഈ ഓരോ വർഷവും കഴിയുന്തോറും ഇന്ത്യയുടെ അണ്വായുധങ്ങളുടെ എണ്ണം കുതിച്ചുയരും. ഇതാണ് പാകിസ്ഥാൻ പ്രകടിപ്പിക്കുന്ന ആശങ്ക. ഇനി മൂന്നാമതൊരു വിഷയം, പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുടെ പല വാർഹെഡുകളും മിസൈലുകളുമായിട്ട് മേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറില്ലെന്നും ഇന്ത്യ വളരെ ആക്രമണോത്സുകമായ ഒരു രാജ്യമാണെന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഈ മൂന്ന് ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഈ അടുത്ത സമയത്ത് ഉന്നയിച്ചത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നിരന്തരമായിട്ട് ന്യൂക്ലിയർ ത്രട്ട് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാറുണ്ട്. അതായത് ഞങ്ങളിപ്പോൾ ഭസ്മമാക്കി കളയും, ഞങ്ങളിപ്പം നിങ്ങളെ ഇല്ലാതാക്കും, ഇപ്പം സിന്ധു നദീജല കരാറ് അതിൽ നിന്നും പിൻവാങ്ങിയാൽ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് മുഴക്കാറുണ്ട്. പക്ഷേ ഇന്ത്യ അങ്ങനെയുള്ള ന്യൂക്ലിയർ ത്രട്ട് ഒരിക്കലും ഇഷ്യൂ ചെയ്യാറില്ല. പക്ഷേ അതേസമയം ഏത് പ്രതിസന്ധിയും നേരിടാനായിട്ടുള്ള ആയുധങ്ങൾ ഇന്ത്യ സജ്ജമാക്കി വെക്കാറുണ്ട്. ഒരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായാൽ ചൈനയുടെ എല്ലാ ഭാഗത്തും ന്യൂക്ലിയർ ബോംബുകളെ വർഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യക്കുണ്ടെന്നാണ് ഈ സിപ്രി ഇയർ ബുക്ക് 2026 പ്രകാരം പുറത്തു വരുന്ന വിവരം. ഇനി ഇതിൻ്റെ ഓരോ ആസ്പെക്ട്, ഇപ്പം ഞാൻ 3 ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ന്യൂക്ലിയർ ആയുധങ്ങളുടെ എണ്ണത്തിലുള്ള പാരിറ്റി ഇല്ലാതായി എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് കൽപ്പാക്കത്ത് ഉള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കൂടുതൽ ഫിസൈൽ മെറ്റീരിയൽ, വെപ്പൺസ് ഗ്രേഡ് പ്ലൂട്ടോണിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് ഇന്ത്യയുടെ ഡെലിവറി സിസ്റ്റംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മൂന്നും നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ഈ ആയുധങ്ങളുടെ എണ്ണത്തിലെ പാരിറ്റിയാണ്, അതായത് തുല്യതയാണ്. യഥാർത്ഥത്തിൽ ഈ 2010 മുമ്പ് ഇന്ത്യയുടെ കൈവശമുള്ള ന്യൂക്ലിയർ വാർഹെഡുകളെക്കാൾ കൂടുതൽ ന്യൂക്ലിയർ വാർഹെഡുകൾ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാന്റെ കൈവശം കൂടുതൽ
അണ്വായുധങ്ങൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, പാകിസ്ഥാന്റെ അണ്വായുധങ്ങളെല്ലാം തന്നെ അമേരിക്കയുടേതാണെന്നും അത് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്നുമാണ് ഈ അടുത്ത കാലത്ത് നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ചക്ല എയർബേസിന് നേരെ ഇന്ത്യ അവിടെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ബേസുമുണ്ട്. അപ്പോൾ ഇത്തരം ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന വെപ്പൺസ് ബേസിന് നേരെ നടത്തിയ ആക്രമണമാണ് പെട്ടെന്ന് അമേരിക്ക അതിനകത്തിൽ ഇടപെടാനും അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് അമേരിക്കയുടെ ചില വിമാനങ്ങൾ തകർന്നു പോയതായിട്ട് വാർത്തയുണ്ടായത്. അപ്പോൾ അന്ന് അമേരിക്ക പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാന്റെ ഈ ചക്ല എയർബേസിന്റെ ഒരു ഭാഗം, ഒരു സ്ട്രിപ്പ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് വന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് സ്വന്തമായിട്ട് വേണ്ടത്ര ഫിസൈൽ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കാത്ത പാകിസ്ഥാൻ എങ്ങനെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റും? ഇത്രയധികം 170 ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം വെപ്പൺസ് ഗ്രേഡ് പ്ലൂട്ടോണിയോ യുറേനിയോ പാകിസ്ഥാന്റെ കൈവശം വേണം? അപ്പൊ ഇതൊന്നും ഇല്ലാത്ത സ്വന്തമായിട്ടൊരു അണുശക്തി നിലയം, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, സമാധാനപരമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അണുശക്തി നിലയം സ്വന്തമായി ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത ഒരു രാജ്യം എങ്ങനെ ഈ അണ്വായുധം ഉണ്ടാക്കി? അതിന്റെ ഡിസൈൻ മോഷ്ടിച്ചതാണ് AQ ഖാൻ അന്ന് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു യാഥാർത്ഥ്യം, അമേരിക്കയുടെ ഒരു വെപ്പൺസ് ബേസ് തന്നെയാണ് പാകിസ്ഥാൻ. അവിടുത്തെ ന്യൂക്ലിയർ വെപ്പൺസ് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അത് വേറൊരു വിഷയം, ഞാനത് മുഖ്യ വിഷയത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ പാകിസ്ഥാന്റെ ഈ കൈവശം അത്യാവശ്യം എണ്ണം കൂടുതലായിരുന്നു വാർഹെഡുകളുടെ. ഇത് പാകിസ്ഥാൻ ഒരു വ്യാജ സുരക്ഷിതത്വമാണ്. കാരണം ഇതൊന്നും പ്രയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. ഒരു വ്യാജ സുരക്ഷിതത്വം കൊടുത്തു. ആ സുരക്ഷിതത്വം പാകിസ്ഥാൻ ഇന്ന് നഷ്ടപ്പെട്ടു. കാരണം വാർഹെഡുകളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലെത്തി. ഇനി ആണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ ആസ്പെക്റ്റിലേക്ക് ഞാൻ വരുന്നത്. അതായത് ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് ബ്രീഡർ എന്ന വാക്കിന്റെ അർത്ഥം ബ്രീഡിംഗ്, ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ബ്രീഡിംഗ് സ്റ്റേഷൻ, അനിമൽ ബ്രീഡിംഗ് സ്റ്റേഷൻ, മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. ഈ ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന ഫിസൈൽ മെറ്റീരിയൽ അഥവാ അതിൽ ഉപയോഗിക്കുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു മെറ്റീരിയലിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽ അവശിഷ്ടമായിട്ട് പുറത്തു വരും. അത് ഒരു വൈരുദ്ധ്യമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതിനൊരു കാരണം നമുക്കൊക്കെ അറിയാം. ഒരു ആണവ റിയാക്ടറിലെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു ആറ്റം ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ ഹ്യൂജ് എനർജി പുറത്തു വരുമെന്ന് ഫിസിക്സിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ എനർജി അത്തരം എനർജിയാണ് ഒരു ആണവ റിയാക്ടറിൽ നിന്നും പുറത്തു വരുന്നത്. പക്ഷേ ബോംബിലും അത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ബോംബിൽ ഇത് നിയന്ത്രിതമായ രീതിയിലല്ല, കൺട്രോൾഡ് അല്ല. ഫിഷൻ എന്ന് പറയുന്ന അണുവിഭജനം കൺട്രോൾഡ് അല്ല. പക്ഷേ ഒരു ആണവ വൈദ്യുത ഉൽപാദന റിയാക്ടറിൽ അത് നിയന്ത്രിതമാണ്, കൺട്രോൾഡ് ആണ്. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഈ എക്സസ് ഒരു ന്യൂട്രോൺ ഉപയോഗിച്ചാണ് ഒരു ആറ്റത്തിനെ വിഭജിക്കുന്നത്. ഈ വിഭജിക്കുമ്പോൾ വേറെ ഒരു ന്യൂട്രോൺ ആണ് നമ്മൾ ആറ്റത്തെ വിഭജിക്കാൻ ഉപയോഗിച്ചെങ്കിൽ ഒന്നിലധികം ന്യൂട്രോണുകൾ പുറത്തു വരും. അടുത്ത ആറ്റത്തെ വിഭജിക്കാനും ഒരു ന്യൂട്രോൺ മാത്രമേ ബാക്കിയാവാൻ പാടുള്ളൂ. ഒന്നിലധികം ഉണ്ടെങ്കിൽ ഒരുപാട് എണ്ണം വിഭജിക്കപ്പെടും. ആ രണ്ടാം റൗണ്ടിൽ അതിനേക്കാൾ അധികം ന്യൂട്രോൺ വരും. മൂന്നാം റൗണ്ട് ആകുമ്പോഴത്തേക്ക് നിയന്ത്രണമില്ലാതെ വലിയ എക്സ്പ്ലോഷൻ നടക്കും. അങ്ങനെ നടക്കാതിരിക്കാൻ ഇതിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് അതിന് പുറത്തുള്ള ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറയുന്ന അതായത് കോറിനെ പൊതിഞ്ഞിരിക്കുന്ന ഫെർട്ടൈൽ മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. സാധാരണ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളിലൊക്കെ ഹെവി വാട്ടർ എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ചാണ്, വെള്ളത്തിൻ്റെ തന്നെ ഒരു വേരിയൻ്റ് ഉപയോഗിച്ചാണ്, ഹെവി വാട്ടർ ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത്. പക്ഷേ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വരുമ്പോഴത്തേക്കും അവിടെ യുറേനിയം 238 ആണ് ഉപയോഗിക്കുന്നത്. യുറേനിയം 238 എന്ന് പറഞ്ഞാൽ ഫിസൈൽ അല്ല, പ്രകൃതിയിൽ കാണുന്ന വസ്തുവാണ്. അത് ആണ് ഈ മോഡറേറ്ററായിട്ട് നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതേലോട്ട് ന്യൂട്രോൺ വന്ന് മുട്ടുമ്പോൾ ഇത് ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇത് സ്വയം മാറും. ഈ പുറത്ത് കവർ ചെയ്തിരിക്കുന്ന നോൺ ഫിസൈൽ അഥവാ ഫെർട്ടൈൽ മെറ്റീരിയലായ യുറേനിയം 238 അത് അബ്സോർബ് ചെയ്തിട്ട് അത് സാവധാനം പ്ലൂട്ടോണിയമായിട്ട് മാറും.
പ്ലൂട്ടോണിയം 239 ഐസോട്ടോപ്പായിട്ട് മാറും. ഈ പ്ലൂട്ടോണിയം 239 എന്ന് പറഞ്ഞാൽ ഹൈലി ഫിസൈൽ മെറ്റീരിയലാണ്. ഈ പ്ലൂട്ടോണിയം 239 വെപ്പൺസ് ഗ്രേഡാണ്. അങ്ങനെ വെപ്പൺസ് ഈ ഒരു കൽപ്പാക്കത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നിന്നും ഒരു വർഷം 135 തൊട്ട് 140 കിലോ പ്ലൂട്ടോണിയം 239 കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്, വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഈ പ്ലൂട്ടോണിയം വെപ്പൺസ് ഗ്രേഡ് പ്ലൂട്ടോണിയം അത് ഉപയോഗിച്ച് ഇന്ത്യക്ക് 40 ബോംബ് വരെ നിർമ്മിക്കാൻ പറ്റും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 35-40 ബോംബ്, ഒരു 40 അണു ബോംബുകൾ നിർമ്മിക്കാൻ പറ്റും. അതായത് ഇനി വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയുടെ ഈ ശേഖരം ഇതുവരെ അരത്തമെറ്റിക് പ്രോഗ്രഷനിലായിരുന്നു. അതായത് 2+2 4, 4+2 6, 6+2 8 എന്നുള്ള രീതിയിലായിരുന്നു കൂടിയിരുന്നത്. പക്ഷെ ഇനി വരുന്ന വർഷം അങ്ങനെയല്ല. കാരണം പല ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളും ഇന്ത്യയിൽ ഇനി നിർമ്മിക്കാൻ പോവുകയാണ്. അതായത് ഇന്ത്യക്ക് ആവശ്യത്തിലധികം പ്ലൂട്ടോണിയം ഇന്ത്യയുടെ കൈവശം ഉണ്ടാകും. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലാണ്. ഇത് പാകിസ്ഥാനല്ല ഞെട്ടല്. പാകിസ്ഥാന് ഞെട്ടാനുള്ള കാലമൊക്കെ കഴിഞ്ഞു. പാകിസ്ഥാൻ ഓൾറെഡി ഇന്ത്യയുമായിട്ട് പാരിറ്റിയിലല്ല പല കാര്യത്തിലും. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ എന്ന നാവ് ഉപയോഗിച്ച് സംസാരിക്കുന്നത് ചൈനയാണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയും ഇന്ത്യയും തമ്മിൽ ന്യൂക്ലിയർ ആയുധങ്ങളുടെ എണ്ണം ഒരുപോലെ ആകാൻ പോകും. അപ്പം ഒരു ചോദ്യം വരും, ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ചൈനയ്ക്ക് ഇല്ലേ എന്നൊരു ചോദ്യം വരും. ഇല്ല. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഓപ്പറേഷനിലായിട്ടുള്ള 2 രാജ്യങ്ങളെ ലോകത്തിലുള്ളൂ. ഒന്ന് റഷ്യ, രണ്ടാമത് ഇപ്പോൾ ഇന്ത്യയും. അപ്പം ഇതാണ് പല അണുവായുധങ്ങൾ കൈവശമുള്ള പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഇത് അമേരിക്കയ്ക്ക് പോലും ഇതിനകത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം ഇന്ത്യയുടെ അണ്വായുധങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വരുന്ന വർഷങ്ങളിൽ വർദ്ധിക്കും. തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കും ഇതിൽ ആശങ്ക ഉണ്ടാകാം. പക്ഷെ തൽക്കാലം ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇന്ത്യക്ക് യുറേനിയം വിൽക്കുന്നില്ലെങ്കിൽ ശരി, ഇന്ത്യയുടെ ഈ ആണവ ഊർജ പദ്ധതിയുടെ 3ാം ഘട്ടം എന്ന് പറയുന്നത് തോറിയം ഉപയോഗിച്ച് ഇന്ത്യ അണു ഊർജം ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. അതായത് ഇനി വരുന്ന ഘട്ടങ്ങളിൽ ഈ പുറത്തുള്ള ഫെർട്ടൈൽ, ഞാനീ പറഞ്ഞ കോറിനെ മൂടിയിരിക്കുന്നതും ഒക്കെ തന്നെ ഈ തോറിയമാവും. അങ്ങനെ തോറിയത്തെ പ്ലൂട്ടോണിയമായിട്ട് ഇന്ത്യ കൺവെർട്ട് ചെയ്യും. തോറിയം ലോകത്തിൽ ഏറ്റവും ഗുഡ് ക്വാളിറ്റി തോറിയം, ഏറ്റവും കൂടുതൽ തോറിയം ശേഖരവുമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. എനിക്ക് തോന്നുന്നു 2ാം സ്ഥാനത്ത് എന്തോ ആണ്. അതിൽ തന്നെ ഏറ്റവും നല്ല തോറിയം കിട്ടുന്നത് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്തുണ്ട്. ആലപ്പുഴ, കൊല്ലം ജില്ലകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അണ്വായുധങ്ങൾ കൈവശപ്പെടുത്തുന്നതിൽ നിന്നും ഇന്ത്യയെ ഇനിയും പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അത് കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇത്തരം ആക്ഷേപങ്ങൾ പാകിസ്ഥാൻ ഉന്നയിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അഭിപ്രായം പറയാം എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഇന്ത്യ പെട്ടെന്ന് അണ്വായുധങ്ങളുടെ നിർമ്മാണം കുറയ്ക്കാനോ നിർത്താനോ ഒന്നും പോകുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും വരും കാലഘട്ടത്തിൽ, അതായത് ഡയറക്റ്റഡ് എനർജി വെപ്പണുകൾ അതിൻ്റെ പൂർണ്ണ തോതിലുള്ള വികാസത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ലേസർ, അതുപോലെ ഈ ശബ്ദം ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് വെപ്പൺസ്, ഇതൊക്കെ വരുമ്പോഴത്തേക്കും അണ്വായുധങ്ങളുടെ ആവശ്യമില്ലാതെ വരും. അണ്വായുധങ്ങൾ അപ്രസക്തമാവും വരും കാലങ്ങളിൽ. എന്തായാലും ശരി, ഇതാണ് ഇപ്പോഴത്തെ ഈ ആണവ ആയുധം സംബന്ധിച്ചിട്ടുള്ള ഒരു തൽക്കാലത്തെ നിലവിലെ സ്ഥിതി. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.